ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പള്ളി പോവാം. ഞായറാഴ്ചയല്ലേ. മനുമോക്ക് ഇന്ന് ഡ്യൂട്ടിയാണ്. മനുവിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് ആക്കിയിട്ട് ഞാനും അപ്പും പൊന്നു പുറയിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോവാട്ടോ. അപ്പോൾ നേരത്തെ ഇറങ്ങി. ഇപ്പോൾ ഇവിടെ സമയം 1:30 ആയിട്ടുള്ളൂ. കുർബാന 4:30-ക്കാണ്. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് വീഡിയോയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, പലരും പറഞ്ഞു. എന്നാൽ പിന്നെ മൈക്ക് മേടിച്ചേക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ മൈക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാത്തസ്റ്റിൽ JBI-യിൽ പോയി മേടിക്കാനായിട്ട് നേരത്തെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ നമ്മൾ നേരെ ബാത്തസ്റ്റിൽ JBI-യിൽ, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക്. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാത്തസ്റ്റിലേക്ക്. ഹെയർ പിന്നുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി ഞാൻ കാണിക്കുന്നു. കണ്ടോ എന്നെ രസം നോക്കി. അങ്ങ് മലനിരകൾ, നല്ല അടിപൊളി മലനിരകളല്ലേ നോക്കി. ഇങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ കാണുന്ന വഴിയിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. അവിടെ അങ്ങ് ഒരു വഴിയുണ്ടോ, ആ മലയുടെ മുകളിലേക്ക് കയറി ആ മല കയറി ഇറങ്ങണം. നമ്മൾ ചെറിയൊരു കൊച്ചു ടൗണിലേക്ക് എത്താട്ടോ. നല്ല രസമാണ് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്, നല്ല മലകൾ മാത്രം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ JBI-യുടെ അവിടെ എത്തിയിട്ടോ. ബാത്തസ്റ്റിൽ ഒരുപാട് കയറിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മൈക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതാണ് സാധനം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണിക്കുന്നതാണ്. ഇത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ആകെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിട്ട് JBI-യിലാണ്. ഇതാണ് ഇപ്പോൾ ഷോപ്പ്. അത്യാവശ്യം ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നമ്മളിത് മേടിച്ചു. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അൺബോക്സിങ് കാണിക്കാം. ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പള്ളിയിലോട്ട് പോകാം. ഓറഞ്ച് നാട്ടിലാണെങ്കിൽ ഇപ്പോൾ റിസോർട്ടുകളുടെ മേനെയായിരിക്കും ഈ സ്ഥലത്തൊക്കെ. അത്യാവശ്യം ഇവിടെ ടെമ്പറേച്ചർ ഇച്ചിരി കുറഞ്ഞു കേട്ടോ. നമ്മുടെ അവിടെ 30 ആയിരുന്നു, ഇവിടെ 29. ഭംഗി നോക്കിയാൽ സ്ഥലത്തിൻ്റെ ഭംഗി കാണാം. എന്തോ രസം നോക്കാം. വെയിൽ ഒത്തിരി കൂടുതലുള്ളതുകൊണ്ടാന്ന് തോന്നുന്നത് ആടുകളെയും പശുക്കളെയൊന്നും കാണുന്നില്ല. ഇല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ആട് പശുവിനെയൊന്നും മേഖലകളായിരുന്നു. അവിടെ ഉണ്ട്. നേരെ ഫ്രണ്ടിൽ നോക്കി ആടുകൾ ഇഷ്ടംപോലെ, പശുക്കളെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ വഴി 100 കിലോമീറ്റർ സ്പീഡാട്ടോ. പക്ഷെ ഇവിടെ ക്യാമറ ഉണ്ടാവും.
പിന്നെ നാട്ടിലെ പോലെ പാത്തും പതിഞ്ഞൊന്നും കിടക്കില്ല. അവർ ക്യാമറ വണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 100-150 മീറ്റർ മുന്നേ വാണിംഗ് സിഗ്നൽ ഇത് സൈൻ വെച്ചിട്ടുണ്ടാവും. 2 സൈൻ എക്സ്ട്രാ വെച്ചിട്ടായിരിക്കും അവർ ചെക്കിങ്ങിന് ക്യാമറ വണ്ടി ഇടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞു പോയി ജസ്റ്റ് ഒരു വണ്ടി. കാരണം ഇതിങ്ങനെ സ്ട്രെയിറ്റ് റോഡ് കിടക്കുന്ന കാരണം കൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ വണ്ടികൾ വരും. അതുകൊണ്ട് ഇവിടെ ക്യാമറ വണ്ടികൾ കൊണ്ടുവന്നു. ഇത് നമ്മൾ ബാത്തസ്റ്റിലാണ്. ബാത്തസ്റ്റിന്ന് ഓറഞ്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴി കേട്ടോ. അത് കാണാനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. മൊത്തം പച്ച വിരിച്ചിങ്ങനെ നിൽക്കുക. ഇവിടെ നമ്മൾ മുന്നൊക്കെയാന്ന് വെച്ചാൽ കുർബാന കഴിഞ്ഞ് നമ്മൾ 4:30 കുർബാന കഴിഞ്ഞ് 5:45 കഴിയും കുർബാന കഴിയും. അപ്പോഴേക്കും നല്ല ഇരുട്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ പോരുമ്പോൾ ഇതേപോലെ വെട്ടായിരിക്കും തിരിച്ചു വരുന്ന സമയത്ത്. കാരണം ഒരു 8:30 ആകുമ്പോഴത്തേട്ട് ഇവിടെ ഇരുട്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇരുട്ടായി കഴിയുമ്പോൾ പിന്നെ കങ്കാരുക്കളെ പേടിക്കണം. കങ്കാരു റോട്ടിൽ വട്ടം ചാടുന്നുണ്ട്. ഇപ്പോൾ വെട്ടമായതുകൊണ്ട് കങ്കാരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വെച്ചിരിക്കും പോവാൻ നമുക്ക്. ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് അധികം വണ്ടികളൊന്നും കാണുന്നില്ല. എല്ലാവരും ഒന്ന് റെസ്റ്റിലായിരിക്കും ഇംഗ്ലീഷുകാരൊക്കെ. അവിടെ റൈറ്റ് സൈഡിൽ ഒരു അടിപൊളി മുന്തിരി തോട്ടം ഉണ്ട് കേട്ടോ. ഈ പോണ വഴിക്ക് ഓറഞ്ചിലെത്തുമ്പോൾ ഒരു അടിപൊളി മുന്തിരി തോട്ടവും വൈനിയാടൊക്കെ ഉണ്ട്. അത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്നറിയില്ല. കണ്ടോ, ഇവിടെ ഓവർടേക്ക് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ട്രാക്ക് വരുന്നുണ്ട്. ഓവർടേക്ക് ലൈനായിട്ട്. അപ്പോൾ എല്ലാ വണ്ടിയും ലെഫ്റ്റ് ട്രാക്ക് പിടിച്ച് മാത്രമേ പോകാവൂ. ഓവർടേക്ക് ചെയ്യാൻ മാത്രമേ റൈറ്റ് സൈഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ വണ്ടി പോകുന്നു റൈറ്റ് സൈഡ് കൂടെ. ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വരും. കാരണം റൈറ്റ് സൈഡിലെ ട്രാക്ക് ഓവർടേക്ക് ചെയ്യാൻ മാത്രം ഉപയോഗിക്കാവൂ. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചറ വറ കണ്ടമുണ്ടൊക്കെ അതിലിതിലൊക്കെ ഓടിക്കും. പക്ഷെ ഇവിടെ ഒരിക്കലും ഓടിക്കില്ല. ഇപ്പോൾ ഈ ട്രാക്ക് ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് ഇപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ അവസാനിച്ച് റൈറ്റിലേക്ക് തിരിയാനായിട്ട് സിഗ്നൽ നമുക്ക് തരും. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് സിഗ്നൽ തിരിഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഇതേപോലെ ഓവർടേക്കിംഗ് ലൈൻ തരും. നമ്മുടെ ഈ നിസാൻ കുട്ടനുണ്ടല്ലോ, ഓട്ടോ ഡ്രൈവിംഗ് ഉണ്ട് കേട്ടോ. ഏത് വളവൊക്കെ തന്നെ വളയ്ക്കും. നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാലും വളച്ചു പോകും. ഇതുണ്ടോ, ഇതേ വളവ് തന്നെ വളഞ്ഞു പോകണുണ്ടോ. ഇത് മുമ്പിലേക്ക് കാണിച്ചാലും അറിയും. സ്റ്റിയറിംഗ് വീലിൽ കാണിക്കുക. ഞാൻ സ്റ്റിയറിംഗ് കൈ വിട്ടേക്കാണ്. കണ്ടോ, തന്നെ വളച്ചു പോകുന്നു. സ്റ്റിയറിംഗ് ഇടയ്ക്ക് ഇങ്ങനെ കൈ തൊട്ടോളൂ. കണ്ടോ, കണ്ടോ സ്റ്റിയറിംഗ് തന്നെ വളയണുണ്ടോ ഗൈസ്. ഇതാണ്. അതേപോലെ ബ്രേക്കും പിടിക്കും തന്നെ. എൻ്റെ ഫ്രണ്ടിൽ വണ്ടി വന്നു, തന്നെ ബ്രേക്ക് പിടിച്ചു. കൈ വെട്ടിയിരുന്ന് പോവാം. പക്ഷെ ഇടയ്ക്ക് കൈ സ്റ്റിയറിംഗിൽ തൊടണം. ഇച്ചിരി വാണിംഗ് കാണിച്ചു. സ്റ്റിയറിംഗ് പയ്യെ തൊട്ടു. ഈ വളവത്ത് സ്റ്റിയറിംഗ് വളയുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പിന്നെ അതങ്ങനെ യൂസ് ചെയ്യാറില്ല. കണ്ടോ, സ്റ്റിയറിംഗ് തന്നെ വളയുന്നുണ്ടോ. ഇടയ്ക്ക് കൈ പക്ഷെ തൊട്ട് കൊടുക്കണം. ഇതിവിടെ ഈ വളവത്ത് സ്റ്റിയറിംഗ് തിരിയണുണ്ടോ ഗൈസ്. കണ്ടോ, തന്നെ തിരിയും. പിന്നെ നമുക്കൊരു പേടിയായിരിക്കും. നമ്മൾ ഇത്ര സ്പീഡിലും പോലെ 100 കിലോമീറ്റർ സ്പീഡിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഒരു പേടി വരും നമുക്ക്. അത് അറിയാണ്ട് നമ്മൾ കൈ കൊണ്ട് ചെല്ലും സ്റ്റിയറിംഗിലേക്ക്. പക്ഷെ നല്ല സെറ്റപ്പായിട്ട് ഓടിച്ചോളാം. ഇവിടെ വെള്ളം കയറി. ഇവിടെ ഈ പുഴ കവിഞ്ഞൊഴുകി. അതിനുള്ള മഴ പെയ്തില്ലല്ലോ. പക്ഷേ